ജെറവിക്കൽ റിപ്ലൈ ഉണ്ടോ? നിങ്ങൾക്ക് ബോധമുണ്ടോ, ബുദ്ധിയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങള് ഇതിനു മുമ്പ് എമ്പുരാൻ ഇറങ്ങിയപ്പോ മോഹൻലാല് കഥ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നാണം കേട്ടു. ഇപ്പൊ താക്കണ് വിയറ്റ്നാമിൽ പഠിച്ചത് കൊണ്ട് വിസ്മയ മോഹൻലാലിന് ഒരു ഇന്ത്യയെ കുറിച്ച് വിവരമില്ല എന്ന് പറഞ്ഞ വിയറ്റ്നാമിൽ പഠിച്ചെന്ന് വിചാരിച്ചും കണ്ട് വിസ്മയ മോഹൻലാലിന് വിവരമില്ലാന്നുണ്ടാവോ? നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവൂല. ഇന്ത്യയെ കുറിച്ച് പുറത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ലായിരിക്കും. അവർക്ക് അറിയുന്നത് കൊണ്ടല്ലേ അവർ അഭിപ്രായം പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഡിഫെൻഡ് ചെയ്യും. അല്ലാതെ വേറൊരാൾക്ക് വേറെ ഒരാൾക്ക് ബോധം ഇല്ല എന്ന് പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമായിരുന്നോ? BJP സപ്പോർട്ട് ചെയ്യോ? നിങ്ങൾ പറയൂലേ തെറ്റ് പറ്റിയ തിരുത്തണം, നിങ്ങൾ പറയൂലേ? നിങ്ങൾ എന്താ പറയാത്തത്? ഇത് പറയുന്ന ഒരാളെ നോക്കി പറയാണ് അവർക്ക് വിവരമില്ല, അവർക്ക് ഇന്ത്യയെ കുറിച്ച് അറിയില്ല. കഷ്ടട്ടോ നിങ്ങളെന്താ ഇങ്ങനെ? വെറുതെയാണ് ഉണ്ണിയെ മൂന്നിന് അടിച്ചത്. ഇമ്മാര് വർത്തനം പറഞ്ഞ മേത്ത് കൈ വെക്കൂലേ? നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട്, പക്ഷെ ഉള്ളത് പോലെ പറയണം. അപ്പൊ നമ്മുടെയൊക്കെ നിലപാടിനൊരു വിലയുണ്ടാവും, നമുക്കൊരു വിലയുണ്ടാവും. അല്ലാതെ ചുമ്മാ വന്നിങ്ങാണ്ട് എന്ത് തമ്മാനത്തിനും പറഞ്ഞാലും ഞങ്ങൾ ന്യായീകരിക്കും എന്ന് പറഞ്ഞാല് അവിടെ നമ്മുടെ വിലയും പോകുകയാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചും ആൾക്കാർക്ക് ഒരു പൊതുബോധം ധാരണ ഉണ്ടാകാണ്. അത് ഇതിലേക്ക് ബിച്ചു ഞാൻ 3 വീഡിയോ ഉണ്ടാക്കി, ഞാൻ പോസ്റ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ രാഷ്ട്രീയമാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ തുടങ്ങി കഴിഞ്ഞാല് പിന്നെ ഇതിനായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ സാധാരണ പോലത്തെ വീഡിയോസ് ഒക്കെ ഇടാം, എങ്ങനത്തെ വീഡിയോസ്. അപ്പോൾ ഇതിനായിട്ട് നിൽക്കുമ്പോൾ ഇതും കൂടി ഇടണം. ഇത് എന്തിനാ പ്രതിച്ചിട്ട് ഞാൻ ഇവിടെ ഇടാതെ അങ്ങനെ നിന്നാണ്. ബിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ബിച്ചു കുറേ ക്ലിപ്പ് 5 സെക്കൻഡ് ക്ലിപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് ഏതോ ഒരു ചങ്ങായി വന്ന മലപ്പുറം കോയെന്നൊക്കെ പറഞ്ഞവൻ എന്തൊക്കെ വീഡിയോ ഇട്ട് പോയിട്ടുണ്ട്. അവൻ എന്തോന്ന് പറയാൻ ബാക്കി പറഞ്ഞില്ല. അതൊക്കെ എടുത്തിട്ടിട്ട് അവൻ ബിച്ചു പോയി. ഈ കേരളത്തിലുള്ള സകലമായ ആളുകളും ബോധമുള്ള എല്ലാവരും ഈ സമരത്തിന് അംഗീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് അംഗീകരിക്കുന്നത്? സിനിമാ മേഖലയിലുള്ള സാംസ്കാരിക രാഷ്ട്രീയ മേഖല എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ BJP മന്ത്രി ചെന്നുങ്ങാണ്ട് ചർച്ചയ്ക്ക് ഇരുന്ന് അങ്ങനെയല്ലാണെങ്കിൽ അടിച്ചമർത്തൂലേ? ഇവർക്കൊരു തെറ്റായ ഒരു കാര്യമാണ് ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയം പോരെ ഒരു ജനങ്ങളെ ബോധ്യപ്പെടുത്താന്. ഇത് ജനങ്ങൾക്ക് അറിയില്ല എന്നാണ് അവരുടെ വിചാരം. നിങ്ങൾ എന്താ ഇങ്ങനെ? നിങ്ങൾക്ക് എന്താ നിങ്ങളെ പ്രശ്നം? നിങ്ങൾക്ക് ബുദ്ധിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിയില്ലാത്തൊരു ജീവിതം ജീവിക്കാൻ തുടങ്ങി. ബാക്കിയുള്ളവർക്ക് ഇല്ല എന്ന് നിങ്ങൾ പറയാണോ? ആ പെണ്ണിന് ബുദ്ധിയും ബോധവും വിവേകവും ഉള്ളത് കൊണ്ടാണ് അവർ സപ്പോർട്ട് ചെയ്തത് കേട്ടോ. നിങ്ങൾക്കത് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ബോധം അവർക്കാണ്, നിങ്ങളുടെ ബോധമാണ് അവർക്ക് നിങ്ങൾ പറഞ്ഞത് അല്ല. നിങ്ങൾ ഇത് പറഞ്ഞു തുടങ്ങിയ കുറെ ഉണ്ട്. അത് ബിച്ചോ നിന്നോടാട്ടോ. അതിൽ ഒരു ബ്ലോഗർ ഉണ്ട്. അതിൽ ബ്ലോഗർ നമ്മൾ അതിൽ ബ്ലോഗല്ല, വേറെ അതിലുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. നീ പോയി കാണണം. 2, 3, 4 മണിക്കൂറിന്റെ ബ്രോഡ്കാസ്റ്റ് ഉണ്ട്. പണ്ട് നോക്കി ത്രില്ലർ സിനിമ കാണുന്ന പോലെ കാണാം. കണ്ടിരിക്കും. അറിയുന്ന ആരും എനിക്ക് ഒന്ന് പറയാം, മെൻഷൻ ചെയ്യണം കേട്ടോ. അറിയാന്ന് എന്ത് രസം അറിയാം. അവനോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കണ്ടത്. അപ്പൊ അവനൊരു വീഡിയോ ഞാൻ കാണിച്ചാൽ 8 കൊല്ലം മുന്നത്തെയും 4 കൊല്ലം മുന്നത്തെയും 6 മാസം മുന്നത്തെയും വീഡിയോ എടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഇവര് ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു പെണ്ണിനെ പലസ്തീൻ പതാക കൊണ്ട് പിടിച്ചിട്ട് അത് 8 or 10 മാസം മുന്നത്തെ, 1 കൊല്ലം മുന്നത്തെ ഒരു പ്രൊട്ടസ്റ്റാണ്. അത് ഇപ്പൊ അതിനുള്ളിൽ നടക്കുന്നു പറഞ്ഞങ്ങാണ്ട് അന്വേഷിക്കണ്ട. നീ BJP കാരനായിക്കോ, അത് ബിച്ചുനോടാട്ടോ, നീ ആയിക്കോ. പക്ഷെ ഉള്ളത് പറഞ്ഞൂടെ? അവനവന് വേണ്ടിയിട്ടും അവനവന്റെ ഫാമിലിക്കും അവനവന്റെ ഭാവിയിൽ വരുന്ന തന്റെ തലമുറയിൽപ്പെട്ട തനിക്ക് മക്കളുണ്ടാകുമ്പോ അവർക്കൂടി വേണ്ടല്ലേ? നിങ്ങൾ വേറെ നിഗ്രഹത്തേക്ക് പോകുമോ? ഇത് മൊത്തം ചോദിക്കാട്ടോ. ഇതിനെ എതിർക്കുന്ന കഷ്ടം. ഓക്കെ, ഞാൻ ഇത് കണ്ടപ്പം വിയറ്റ്നാമിലായതുകൊണ്ട് അവർക്ക് ഇന്ത്യയെ കുറിച്ച് അറിയില്ല എന്ന് കണ്ടപ്പം സഹിച്ചില്ല. ഒരാള് വേറൊരാളുടെ ബുദ്ധിയെ ചോദ്യം ചെയ്തെങ്ങാണ്ട് അവർക്ക് അത്രയേ ഉള്ളൂ ഇവരെന്ന് പറയാം. ആരാ പറയുന്നത്? പാൽ വെള്ള പോലെ വിഷയം കിടന്നുങ്ങാണ്ട് അതിന്റെ കാര്യകാരണങ്ങൾ എന്താ കിടക്കുന്ന അതിന്റെ നേരെ നോക്കി കണ്ണു പൊത്തി നിൽക്കുന്ന ഒരാള് പറയാ.
കഷ്ടം. എന്നാ ശരി, ഓക്കെ എന്നാ.